പ്രിയേഴ്സൺ വലിയ ഒരു ചുവടുമാറ്റം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് അടുത്ത സെൻസസ് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജാതി സെൻസസ് കൂടി നടക്കും എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഈ പൊളിറ്റിക്കൽ ഫോൾ ഔട്ട്, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് നമ്മൾ കുറച്ച് മനസ്സിലാക്കിയാണ്. കൂടുതൽ നമുക്കതിന് പറയാനായിട്ട് പറ്റില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്താണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ടൂള് എന്നുവെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസും പ്രതിപക്ഷവും മുന്നോട്ട് വരികയും അന്ന് എനിക്ക് തോന്നുന്നു BJP അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ. അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചില പോരായ്മകൾ ആ ഇലക്ഷനിൽ BJPക്ക് സംഭവിച്ചു എന്ന് BJP പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയോധ്യ പോലെയുള്ള സ്ഥലത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും OBCക്കും ഒരു പരിധിവരെ ഈ ജാതി സെൻസസ് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാത്തത്? നമ്മളുടെ സെക്രട്ടേറിയറ്റുകൾ, പാർലമെൻറ്റ്, അതേപോലെ തന്നെ ഗവൺമെൻറ്റിലെ ആവണങ്ങൾ, ഇവിടെയൊക്കെ ഉന്നത കുലജാതരാണോ കുടിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ നല്ല രീതിയിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു SC/STയിലും അതേപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അതിനകത്ത് സംശയം തോന്നുകയും അവർ ആ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അതുവരെ BJP ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ട്, അതിനൊരു ബ്രേക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണോ എന്നുള്ള സംശയം BJPക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ അനന്തരം. കാരണം ഇലക്ഷനാണ് അങ്ങനെ ഒരു വശം തെരഞ്ഞെടുപ്പിൽ പിയേഴ്സൺ പറഞ്ഞു വെച്ചിട്ട് ഉത്തർപ്രദേശ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു ഇവർ ഭരണഘടന മാറ്റാൻ പോവുകയാണ്, BJP വരും, ഭരണഘടന മാറ്റും, സംവരണം എടുത്ത് കളയും എന്ന് പറഞ്ഞൊരു പച്ചക്കള്ളം അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൊടുമ്പിരി കൊണ്ട പ്രചാരണം നടന്നു. ആ പ്രചാരണത്തിൻ്റെ ഈ തിരതള്ളലിൽ കോൺഗ്രസും കൂടി രക്ഷപ്പെട്ട് കുറച്ച് സീറ്റ് അവിടെ കിട്ടി. ഈ നെഹ്റു കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ജയിച്ചത് അവിടെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയൊക്കെ ജയിച്ചതും കൂടി അങ്ങനെയാണ്. അപ്പോൾ ഈ ഭരണഘടന മാറ്റാൻ പോകുന്നു, നിങ്ങൾക്കുള്ള സംവരണം എടുത്ത് കളയാൻ പോകുന്നു. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവരണം മോദിയും അമിത്ഷായും ഒക്കെ, പ്രത്യേകിച്ച് മോദി പ്രചാരണ രംഗത്ത് ഉന്നയിച്ചിരുന്നു. മോദി ഉന്നയിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OBC സംവരണത്തിൽ അട്ടിമറി നടത്തിയിട്ട് മുസ്ലിങ്ങൾക്ക് കുറേ സംവരണം ഇവർ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പ് ആന്ധ്രയിൽ നടന്ന പൈലറ്റ് പ്രോജക്റ്റിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ഇത് വിപുലീകരിച്ച് കൃത്യതയോടുകൂടി വ്യക്തമാക്കിയൊന്നും പറഞ്ഞില്ല. 2-3 വാചകങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം പോയിരുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് അന്ന് ഉപയോഗിക്കപ്പെട്ട വാചകം മുസ്ലിങ്ങൾ, അതായത് ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്പീച്ചായിട്ട് അത് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് പോയത്. എന്ന് വെച്ചാൽ സംവരണമല്ല, സംവരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയമെൻഷനാണ് ആ സംഭാഷണം കൊണ്ട് ഉണ്ടായത്. ആ കാലത്ത് ഈ പ്രകൃതി വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞതും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ദേശീയ സമിതി യോഗത്തിൽ. അങ്ങനെയാണ് ആ സംഭവം ഡെവലപ്പ് ചെയ്തു പോവുകയും അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഹേറ്റ് സ്പീച്ച് എന്ന നിലയ്ക്ക് പിന്നീട് പ്രൊപ്പഗാൻഡ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. അതായിരുന്നു അത് സംഭവിച്ചത്. അല്ലാണ്ട് സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് വിശദമായിട്ട് ചർച്ചകളിലേക്കൊന്നും പോയില്ല. അപ്പോൾ സംവരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുകയും അതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ SC/ST പിന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംവരണം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്ന ഒരു ഭയപ്പാട് വോട്ടേഴ്സിന് വരികയും വോട്ടേഴ്സ് ആ രീതിയിൽ ധ്രുവീകരിക്കപ്പെടാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ചില ഇടങ്ങളിലെല്ലാം അത് ഇലക്ഷനെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അയോധ്യയിൽ ക്ഷേത്രം പണിതത് കൊണ്ട് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചതൊന്നും നടന്നില്ല. ഇല്ല. അത് എന്താന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഈ ജാതി സെൻസസും ജാതി രാഷ്ട്രീയവും കൊണ്ടുവന്നിട്ട് ഒരു കളി ഈ അഖിലേഷ് യാദവ് കളിച്ചു. അതിലയാൾ വിജയിച്ചു. അതാണ് അവിടെ കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അത് തിരിച്ചു പിടിക്കാനായിട്ട് BJP കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ ആ സമയമായപ്പോഴേക്കും മോദി ശരിക്കും ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളവർക്കും മനസ്സിലായി. കാരണം ഇവർ വാഗ്ദാനം ചെയ്ത ഈ പണം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ, കടലാസൊക്കെ എഴുതി കൊടുത്തിരുന്നല്ലോ,
അങ്ങനെ ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളത് മനസ്സിലായി അവർക്ക്. സംവരണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നടന്നത് എന്നൊക്കെ മനസ്സിലായി. തെരഞ്ഞെടുപ്പിന് ശേഷം ജാതി സെൻസസ് എല്ലായിടത്തും നടത്തണം എന്ന് മറ്റേ രാഹുൽ ഗാന്ധി പറഞ്ഞു, രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ഇപ്പോൾ അതിൻ്റെ ഫലമൊക്കെ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ഉണ്ടായി. അല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അന്ന് BJP അത് ആ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ ഫലമായിട്ടേ ആണ് അങ്ങനെയൊക്കെയുള്ള ചില ഫലങ്ങളിലേക്ക് ചെന്ന കാര്യങ്ങൾ എത്തിയത്. പിന്നീട് BJP അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കാണും. അപ്പോൾ ഇതിലുണ്ടാകാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിതുവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു ഹിന്ദി യൂണിറ്റ് വേണമെങ്കിൽ SC ST പിന്നാക്ക വിഭാഗങ്ങൾ അങ്ങനെ പോകുന്ന ആളുകളിലും അതേപോലെ തന്നെ സവർണ വിഭാഗവും തമ്മിൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അതിൻ്റെ അകത്ത് അവർ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചുവടുമാറ്റം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വരികയും സംവരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഈ വൈറ്റ് പേപ്പർ എന്നൊക്കെ പറയുന്ന കാര്യം ഇതുവരെ ഇങ്ങനെ ഒരു നിലപാട് ജാതി സെൻസസിനെ സംബന്ധിച്ചിട്ട് കൈക്കൊണ്ടിരുന്നില്ല. RSSും അങ്ങനെ തന്നെയാണ്. പക്ഷെ RSSനും അതിൻ്റെ അകത്ത് കൃത്യമായ നിലപാടൊക്കെ വന്നു. അല്ല, അതപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൻ്റെ സ്വഭാവത്തിലേക്ക് അത് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അപ്പോൾ അതോടെ ആ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ പ്രചരണങ്ങൾക്കും പ്രസക്തിയില്ലാതായി തീരും. ഇത് ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടാനൊക്കെ ഈ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് 2011 UPA സർക്കാർ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് 2011 സെൻസസിൻ്റെ കൂടെ ഉദ്ദേശിച്ചിരുന്നു. ജാതിയും കൂടി അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഈ ജാതി കണക്ക് അന്ന് പരസ്യപ്പെടുത്തിയില്ല ആ സെൻസസിന് ശേഷം. അന്ന് സത്യത്തിൽ കോൺഗ്രസ് തന്നെ അറച്ചു നിൽക്കുകയാണ് ചെയ്തിരുന്നത്. എല്ലാവർക്കും ആ ഭയമുണ്ട് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് പുറത്തു വന്നാൽ എങ്ങനെയായിരിക്കും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടത്, നമ്മൾ SC ST അതിൻ്റെ കൂടെ വെക്കുക, ഇവരൊക്കെ പ്രതികരിക്കുക എന്ന് പറയുന്ന ഭയം കോൺഗ്രസിനുണ്ട്, അതേപോലെ തന്നെ BJPക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടുപേർക്കുള്ളതാണ്. പക്ഷേ മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലാതെ വന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അങ്ങനെ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമായി മാറ്റി. പക്ഷെ അപ്പോഴും BJPയും RSS അറച്ചൊക്കെ ആയിരുന്നു. പിന്നീട് അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ നേരെ മുന്നിലേക്ക് വരികയും അതിൻ്റെ മുന്നണി അവരേറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ വരുന്നു. അതാണ് ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ബീഹാറിൽ ഇതുപോലെ ഒരു സെൻസസ് ഒക്കെ നിതീഷ് കുമാർ നേരത്തെ തന്നെ നടത്തി കഴിഞ്ഞതാണ്, അതേ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇതുകൊണ്ട് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ബീഹാർ കാരണമാണ് ജാതി സെൻസസ് നടപ്പാക്കാൻ പോകുന്നത് BJP എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ കഥയില്ല. അതേ ഞാൻ പറയുന്നത്. അല്ല, അത് ഇലക്ഷനിൽ അങ്ങനെയാണല്ലോ. എപ്പോഴും എല്ലാവരും അവകാശവാദങ്ങൾ ഉന്നയിക്കും. നമുക്കിപ്പോൾ എന്താണ് വിഴിഞ്ഞത്തിൻ്റെ സ്ഥിതിയും അതൊക്കെ തന്നെയാണല്ലോ. എവിടെയും അങ്ങനെയാണ്, ഞങ്ങളാണ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്പിയർ നമ്മൾ പരിശോധിച്ചാലേ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ SC ST അതേപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റിലോ പാർലമെൻറ്റിലോ അതേപോലെ തന്നെ ഗവൺമെൻറ് ആവണങ്ങളിലോ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ BJP തന്നെ പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിയെ ഒക്കെ ആക്കുന്നത് ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെ കൊണ്ടുവരുന്നതിൽ അവരങ്ങനെ ഒരു കാഴ്ചപ്പാട് എടുക്കുന്നുണ്ട്. കാരണം എന്താണ്, അവരുടെ കൂടെ സപ്പോർട്ട് അല്ലെ അവരുടെ ശക്തി ഇതിൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് ഇതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പൊതുവെ രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് ഈ വിഭാഗത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണി പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രപതി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആൾ, നമ്മുടെ പ്രധാനമന്ത്രി ഇല്ലേ OBCയിൽ നിന്നുള്ള ആൾ. പക്ഷേ ഈ എല്ലാവരും വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഈ ബ്രാഹ്മിൻ ഹെജമണിയുടെ ഒരു പാർട്ടിയാണ് BJP ഇല്ലേ, സവർണ പാർട്ടിയാണ് അത്. അതല്ലാതെ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ കീ പൊസിഷൻസിലൊക്കെ ഈ പറയുന്നവരെ ബ്രാഹ്മണരോ അതേപോലെ തന്നെ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ BJPക്ക് കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരെ ഈ രഥം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യ പിടിക്കലെന്ന് പറയുന്നത് അസാധ്യമായി തീരും. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ജനവിഭാഗത്തെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള പൊസിഷൻസ് കൊടുത്തു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യണം എന്ന ഒരു ചിന്ത വന്നു. മാത്രമല്ല മോദിയെ കൊണ്ടുവരുന്ന സമയത്തുള്ള മുദ്രാവാക്യം തന്നെ എന്ന് പറയുന്നത് ഈ ഛായാവാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രചരണത്തിൻ്റെ അടിത്തറ പോലും സാധാരണക്കാരൻ്റെ
ഒരു പ്രധാനമന്ത്രി വരുന്നു എന്ന് ആളുകൾ ബോധ്യപ്പെടുത്തുക. ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പ്രൊപ്പഗാൻഡയ്ക്ക് വലിയ പ്രാമുഖ്യമുണ്ട്. പ്രൊപ്പഗാൻഡ ശരിയായ ഡയറക്ഷനിലാണെങ്കിൽ മാത്രമാണ് പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മുന്നേറ്റം സാധ്യമായി തീരുക. പ്രതിപക്ഷത്തിന് ഈ അടി താങ്ങാൻ കഴിയുമോ? ബി ജെ പിയിൽ നിന്ന് അതായത് കിട്ടിയ അടി പ്രതിപക്ഷം എപ്പോഴും വിചാരിച്ചിരുന്നത് ഒരു കാരണവശാലും ബി ജെ പി ജാതി സെൻസസിന്റെ കൂടെ നിൽക്കില്ല, സവർണ പാർട്ടിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടേ ഇരിക്കാന്നാണ് വിചാരിച്ചത്. അതായത് ഒരായുധം തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് നഷ്ടമാകുന്നുണ്ട് എങ്കിൽ പോലും മറ്റൊരു ഗുണം പൊതുസമൂഹത്തിന് ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഒരു കൃത്യത ഉണ്ടാക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. ബി ജെ പി അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധം കൈമോശം വന്ന ഒരവസ്ഥ അതിനുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% സുപ്രീം കോടതി ആ പരിധി സംവരണത്തിൽ കടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിക്രമിച്ചു പോകരുത്. 50% ഉള്ളിൽ വെച്ചിട്ടുള്ള കളി മാത്രമേ പറ്റുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് 67%-ഓളമൊക്കെ വരികയും അങ്ങനെ വരുമ്പോൾ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ അത് ജയലളിതയ്ക്ക് കേന്ദ്രത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും 50ന്റെ മുകളിലുള്ള സംവരണം സാധൂകരിക്കപ്പെടുകയും തമിഴ്നാടിൻ്റെ കേസിൽ മാത്രം നടന്നു. അല്ല, 50ന് മുകളിലേക്ക് അത് വീണ്ടും വേറെ പല സൈസ് പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ആ നിലപാട് തന്നെയായിരിക്കും ഇതിൽ നല്ലത് എന്ന് വിചാരിക്കുന്നതാണ് പൊതുസമൂഹത്തിന് നല്ലത്. കാരണം വെച്ചാൽ സംവരണം ചെയ്ത് 100% സംവരണമായി കഴിഞ്ഞാൽ പിന്നെ സംവരണം അപ്രസക്തമായി പോകും. അപ്പോൾ അത് ശരിയല്ല. സുപ്രീം കോടതിയുടെ നിലപാട് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. തമിഴ്നാട് ഒരു എക്സെപ്ഷൻ കേസായിട്ട് നമുക്ക് അതെ, എന്തായാലും അതങ്ങനെ തുടരുകയും ചെയ്യും. എങ്ങനെയാണ് ഈ OBC SC/ST അവരുടെയൊക്കെ എങ്ങനെയാണ് ശതമാനം എന്നൊക്കെയുള്ളത് ജാതി സെൻസസ് വഴി അറിയാം. പിന്നെ പൊതുവേ നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ സൊസൈറ്റിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് പിന്നെ ആയിരിക്കും. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യത സമൂഹത്തിന് വരാവുന്ന ഒരു അന്തരീക്ഷം ഇതുവഴി സൃഷ്ടിക്കപ്പെടും. അതാണ് അതിൻ്റെ നേട്ടമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും വലിയൊരു ആയുധം പ്രതിപക്ഷത്തിന് നഷ്ടപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.